ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായ കുറച്ച് ടിപ്പുകളായിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതുപോലെ മട്ടനായാലും ബീഫായാലും നമ്മൾക്ക് വറുത്തരച്ച് വെക്കുമ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരത്തിലേക്ക്. പിന്നെ കാശ്മീരി ചില്ലി 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, അതേപോലെ സജീരകം, പിന്നെ എല്ലാം നമ്മളുടെ മസാലക്കൂട്ടുകളെല്ലാം ഞാൻ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകവും സജീരകവും അതേപോലെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പിന്നെ എല്ലാം കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കുക. അപ്പോൾ വറുത്ത് വരുന്ന ടൈമിൽ നമ്മൾക്ക് ചെറിയ ചുവന്നുള്ളി ഇതേപോലെ തന്നെ അരിഞ്ഞതും അതേപോലെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ കറി വെച്ച് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ വറുത്തരച്ച ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അവരൊക്കെ ഇതേപോലെയാണ് ചിക്കൻ കറി വെക്കുക. നല്ല മണവും അതേപോലെ തന്നെ നല്ല രുചിയും, ചുവന്നുള്ളിയുടെയും അതേപോലെ വേപ്പിലയുടെയും ഗ്രാമ്പു, പട്ട എല്ലാത്തിൻ്റെയും നല്ല മണം, അതേപോലെ തന്നെ നമുക്ക് മല്ലി, ഈ കാശ്മീരി ചില്ലിയൊക്കെ കൂടിയിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റും, അതേപോലെ നമ്മൾക്ക് പാത്രം തന്നെ തുറന്നെടുക്കുമ്പോഴത്തേക്കും നല്ല മണവും അതേപോലെ നല്ല കളറുമാണ്. ഇതേപോലെയാണ് ഹോട്ടലിലൊക്കെ അവർ ചിക്കൻ കറി വെക്കുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മുള വന്ന് എല്ലാം കേടായി പോവാറാണ് പതിവ്. അപ്പോൾ നമുക്കിനി ഈ ഒരു മുള വന്ന ഉരുളക്കിഴങ്ങ് ഒരിക്കലും നമ്മൾക്ക് കഴിക്കാൻ പാടില്ല. ക്യാൻസർ വരാനും ഷുഗർ വരാനും അതേപോലെ പലവിധ ഹെൽത്ത് ഇഷ്യൂസ് വരാനൊക്കെ കാരണമാകും. ഒരിക്കലും നമ്മൾ മുള വന്ന പൊട്ടറ്റോ ഒരിക്കലും കഴിക്കരുത്. നമ്മളത് എടുത്ത് കളയുക. അല്ലെങ്കിൽ നമ്മൾക്ക് മുറ്റത്തൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് നമുക്കൊരുപാട് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് കളയണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കരുത്. അത് ഭയങ്കര വിഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരൊറ്റ ഉരുളക്കിഴങ്ങ് പോലും നമ്മൾക്ക് ചീത്തയാവുകയില്ല, അതേപോലെ മുള വന്നു പോവുകയില്ല. നമ്മൾക്ക് എപ്പോഴാവശ്യത്തിനും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ ഉരുളക്കിഴങ്ങ് ഞാൻ 2 കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉരുളക്കിഴങ്ങ് മേടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒരു 3 വിസിലടിച്ചതിന് ശേഷം നമ്മൾക്കിത് എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പം അതേപോലെ നമ്മളുടെ ഈ ഒരു കട്ടിംഗ് ബോർഡ് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ 2 ഭാഗത്തേക്കും നമുക്ക് ഒരേ റബ്ബർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഒരിക്കലും ഷെയ്ക്ക് ചെയ്യില്ല. നമുക്ക് സുഖമായിട്ട് നമ്മൾക്ക് അരിഞ്ഞെടുക്കാനും പറ്റും. എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ സവാള അതേപോലെ നമ്മളുടെ വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്കിതേപോലെ ഒരു കാർഡ്ബോർഡ് പെട്ടി നമുക്കിതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളുടെ ആ ഒരു കച്ചറ അവിടെ ഇവിടെ വീണ് പോവാതെയും അതേപോലെ തന്നെ നമ്മൾക്ക് ചെടിയുടെ കടയിലോ അതല്ലെങ്കിൽ തെങ്ങിൻ്റെ കടയിലൊക്കെ ഇട്ട് കൊടുക്കാൻ ഏറ്റവും ഈസിയാണ്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ടൊരു ടിഷ്യൂ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതേത് തരം ബോക്സ് ആയാലും കുഴപ്പമില്ല. അത് നമ്മളുടെ ആ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം അരിഞ്ഞെടുക്കുന്ന കച്ചറകളും ഇതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് താഴെ വീണിട്ടും ചവിട്ടി നമ്മളുടെ നിലക്കെ ചീത്തയാവാതെയും അതേപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പണികൾ കഴിക്കാനൊക്കെ നല്ല സുഖമാണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പ് ഇങ്ങനെയാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാ വേസ്റ്റും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേത് തരം ഇതേപോലത്തെ ബോക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ കളയുന്ന ബോക്സൊക്കെ നമുക്ക് ഇതേപോലെ എടുത്ത് വെച്ച് നമുക്ക് ഇങ്ങനത്തെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾക്ക് എടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ ഇടാണെങ്കിൽ അങ്ങനെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തെങ്ങിൻ്റെ കടക്കിലോ ചെടിയുടെ കടയിലൊക്കെ ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾക്ക് ഈ ഒരു ബോക്സ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ആ ഒരു വേസ്റ്റ് ബോക്സ് നമുക്ക് കേടാവില്ല. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഒക്കെ വേവിച്ച് ഒരുവിധം ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു കൊട്ടയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി ചൂടാറിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ചൂടാറിയതിന് ശേഷം മാത്രം ഞാനിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ നമ്മൾക്ക് കറികളിലിടാനോ അല്ലെങ്കിൽ കട്ട്ലേറ്റോ സമൂസ എന്തുണ്ടാക്കാനായാലും നമ്മൾക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരു പൊട്ടറ്റോ പോലും നമ്മൾക്ക് കേടാവില്ല. എപ്പോൾ ആവശ്യമാകുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് വെക്കുക. ഇനി ഞാൻ ചെയ്യുന്നത് സവാളയൊക്കെ നമ്മൾ അധികമായിട്ട് വാങ്ങിച്ച് വെക്കുമ്പോൾ ഇതേപോലൊരു ടിപ്പ് നിങ്ങൾ ചെയ്ത് വെച്ച് നോക്കുക. ഒറ്റ സവാള പോലും മുള വരാതെയും കേടാവാതെയും നമ്മൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് നിങ്ങൾക്ക് കാണിക്കാനാണ്. ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളുടെ സവാള നമുക്ക് കട്ട് ചെയ്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് വാറ്റ വെച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചെടുക്കുകയാണെങ്കിലല്ല നമുക്ക് ഗ്യാസും അതേപോലെ ഓയിലൊക്കെ നമുക്ക് ലാഭമാണ്. ഒരുപാട് ഓയിലും വേണ്ട, ഒരുപാട് ഗ്യാസും വേണ്ട. പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചൂടായ നെയ്യിലേക്കോ ഓയിലിലേക്കോ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മൊരിഞ്ഞ് കിട്ടും. നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ റമദാൻ മാസത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും പണികൾ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കൊട്ടയിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മളുടെ സവാള മൊരിച്ചെടുക്കാനും വാട്ടിയെടുക്കാനൊക്കെ പറ്റും. ഇതേപോലെ ഞാൻ കുറച്ചധികം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 ദിവസത്തെ വെയിൽ നമ്മൾ നന്നായിട്ട് കൊള്ളിച്ച് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ നമുക്ക് ഉണങ്ങിക്കിട്ടും. അതിന് ശേഷം നമുക്കതൊരു ടിന്നിലോ കണ്ടെയ്നറിലോ ഇട്ടിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഒരു കേടും വരില്ല. ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.